ഇപ്പോൾ എം ടിയുടെ വീട്ടിലെത്തിയ സുരേഷ് ഗോപി എം പി സംസാരിക്കുകയാണ് തത്സമയം. സാഹിത്യത്തിനൊരു ട്രാൻസാക്ഷനുണ്ട്. ട്രാൻസാക്ഷൻ്റെ മഹത്വം എന്ന് പറയുന്നത് അന്ന് 5 വയസ്സുകാരനോ 10 വയസ്സുകാരനോ കണ്ടപ്പോൾ എം ടി ആരാണെന്നറിയത്തില്ല. പല ജീവിത മുഹൂർത്തങ്ങളും ഒരുപക്ഷെ അവരുടെ അപക്വതയോ അല്ലെങ്കിൽ കാര്യങ്ങൾ ജീവിതത്തിൻ്റെ നിഗൂഢ തലങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റുന്ന വടക്കൻ വീരഗാഥയെ സംബന്ധിച്ച് അത് കുഞ്ചാക്കോ മുതലാളി പ്രതിപാദിച്ചപ്പോഴും നീലയുടെ ചിത്രങ്ങളിലും ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. സുബ്രഹ്മണ്യ മുതലാളി അത് വ്യാഖ്യാനിച്ചപ്പോഴും ഒന്നും വരാത്ത അർത്ഥതലങ്ങളൊന്നുമില്ല. ഏറ്റവും അടിത്തട്ടിലെ അംശങ്ങളാണ്. അത് വികാരമായാലും ശരി തന്നെ, പ്രതികാരമായാലും ശരി തന്നെ, അതിൻ്റെ ഏറ്റവും ഉൾക്കാമ്പിലേക്കാണ് എം ടി അദ്ദേഹം ഇറങ്ങിച്ചെന്നിരിക്കുന്നത്. അപ്പോൾ അത്രയും ജീവിതത്തിന് നിഗൂഢ തലങ്ങളുണ്ടെന്ന് ഉള്ളത് ഒരുപക്ഷെ അന്നത്തെ ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് 28 or 29 വയസ്സാണ്. എനിക്ക് പോലും പൂർണ്ണമായിട്ടും ഭാര്യ എന്ന് പറയുന്ന സങ്കല്പത്തിൽ പോലും പൂർണ്ണമായ അറിവില്ല. അപ്പോൾ ഇത് കണ്ട എന്നേക്കാൾ ചെറുപ്പത്തിലുള്ള ചെറുപ്പക്കാർ ഇന്ന് കെട്ടിക്കാൻ പ്രായമുള്ള മക്കളുടെ അച്ഛനമ്മമാരാണ്. അവരുടെ ഒരു ആനന്ദം അവരന്ന് മനസ്സിലാക്കാൻ പറ്റാതെ പോയ ഇത് ടി വിയിൽ കാണുമ്പോൾ ലാഘവത്തിൽ ഇടയ്ക്കൊരു ചായ കുടിച്ച് ആരെങ്കിലും വിസിറ്റേഴ്സ് വന്നാൽ അവരുമായിട്ട് സംസാരിച്ചിരുന്ന് കണ്ട് എം ടി വാസുദേവൻ നായരുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കാണുകയായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അദ്ദേഹത്തിൻ്റെ എം ടിയുടെ സിനിമാ മേഖലയിലെ സംഭാവനകൾ, സാഹിത്യ ലോകത്തെ സംഭാവനകൾ, ഇതൊക്കെ ഓർത്തെടുക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി.